ഹലോ ഹായ്, ദിസ് ഇസ് മീ സാത്താൻ. നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക് ഡാപ്സിയാണ്. ഡാപ്സിയുടെ രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് MHR ആയിട്ടുള്ളൊരു ഇഷ്യൂവും, പിന്നെ ഈ അടുത്തൊരു സ്റ്റേജ് പ്രോഗ്രാമിലാണെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ അത്യാവശ്യം വൈറലായല്ലോ. അപ്പം ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഈ രണ്ട് ടോപ്പിക്ക് എടുത്ത് ഒരുമിച്ചൊരു കണ്ടന്റ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ മെയിൻ റീസൺ ഇതിൻ്റെ കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത് ഡാപ്സിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ വിഷയം MHR ആയിട്ടുള്ളതാണ്. MHR ൻ്റെ സോങ് ആണ് ഒട്ടകം എന്ന് പറയുന്നത്, ഡാപ്സിയുടെ സോങ് ആണ് മാങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാങ്ക ഇറങ്ങിക്കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കുറച്ച് വിഷയം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ MHR ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാര്യം MHR ഡാപ്സിയുടെ വീഡിയോ മെയിൻ സോങ് കോപ്പി അടിച്ചു, അതിൻ്റെ സൗണ്ട് ട്രാക്ക് എല്ലാം കോപ്പി അടിച്ചു എന്നുള്ള രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് MHR ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലൈവിനകത്ത് മച്ചാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് വെക്കാം. മങ്കക്ക് ഫസ്റ്റ് ബീറ്റ് ചെയ്ത് ഞാനായിരുന്നു. എന്നുവെച്ചാൽ മങ്ക പ്രൊഡ്യൂസ് ചെയ്ത് ഞാനായിരുന്നു ബീറ്റ്. ആ ട്രാക്കാണ് ശരിക്കും ഒട്ടകം എന്ന് പറയുന്ന ട്രാക്ക്. ഈ ഒരു ഡീലുമായിട്ട് അബ്ജി എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ മലർക്കൊടി പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്താ ശരിക്കും ഉണ്ടായത് വെച്ചാൽ എൻ്റെ ആദ്യം ഞാൻ പണ്ട് വർക്ക് ചെയ്തൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, എൻ്റെ പയർ ബീറ്റ് പരിപാടി. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കി അത് ഇതിന് ആപ്റ്റായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അതിൽ പിന്നെ കുറച്ചധികം പണിയെടുത്ത് മങ്കക്ക് ബീറ്റ് ചെയ്ത്. അതാണ് ഈ ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക്. അതിൽ മെലഡി പരിപാടികളെല്ലാം ഒന്നും സാമ്പിൾ അല്ല, ഒക്കെ ഞാൻ കമ്പോസ് ചെയ്ത് അതിലെ ഹാർമോണി ആയാലും അതിൻ്റെ ഫസ്റ്റ് വരുന്ന സാക്സ് മെലഡി സാധനങ്ങളായാലൊക്കെ ഞാൻ കമ്പോസ് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെയാണ് സ്റ്റെമ്മിന് എനിക്ക് വിളിക്കേണ്ടായിട്ട്. എന്ന് വെച്ചാൽ മാസപ്പീലിൻ്റെ ANR ആയിട്ടുള്ള റൺബീറാണ് എനിക്ക് സ്റ്റെമ്മിന് വിളിച്ചത്. സ്റ്റെമ്മ് വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ സ്റ്റെമ്മ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് സ്റ്റെമ്മ് ഫൈനൽ ഔട്ട് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫൈനൽ ഔട്ട് ഞാൻ അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇങ്ങനെ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഡബ്ജി എനിക്ക് വിളിച്ചിട്ട് ഈ സാധനം എനിക്ക് വേണ്ടെന്നാൽ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്ജി പോകേണ്ടായത്. പിന്നെ ഫൈനലായിട്ട് ചോദിച്ചു എന്നോട് എൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ. കറക്റ്റ് എൻ്റെ പേയ്മെൻറ്റ് എത്ര വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അതിൽ കുറഞ്ഞൊരാളെ കിട്ടി, ഞാൻ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഡബ്ജിയാണ് എന്നോട് പറഞ്ഞത്. ഞാനിപ്പോഴും പറഞ്ഞു എനിക്ക് ആരോടും ഒരു ദേഷ്യമോ പരിപാടിയൊന്നുമില്ല, എനിക്കെല്ലാം ഞാൻ എൻ്റെ ഏട്ടനെ പോലെ കാണുന്ന ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇങ്ങനെ വേറെ ആളെ കൊണ്ട് ചെയ്യിച്ചോളാം പറഞ്ഞു. ഞാനപ്പോഴും മര്യാദയിൽ പറഞ്ഞു ആയിക്കോട്ടെ കുഴപ്പമില്ല, ഞാൻ അത്രയും ചെയ്തിട്ട് ഞാൻ എൻ്റെ ബീറ്റ് ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ വേറെ ചെയ്തോളി എന്ന് പറഞ്ഞു. ഓൻ എന്നോട് പറഞ്ഞു എനിക്ക് ഈ ബീറ്റ് വേണ്ട, ഈ ബീറ്റ് എടുത്തോ യൂസ് ചെയ്തോ, എല്ലാത്തിനും എൻ്റെ അടുത്ത് തെളിവുകളുണ്ട്, ഇത് മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്തോ, എനിക്ക് വേണ്ടെന്ന് പറയാണ്ടായത്, ഈ ബീറ്റ് യൂസ് ചെയ്തോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓൻ വേറെ ചെയ്യിച്ചോളാന്ന് പറഞ്ഞു, വേറെ ചെയ്യിച്ചു എന്നും പറഞ്ഞു. പിന്നെ ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇതിൻ്റെ ടീസർ ഞാൻ കണ്ടത്. ടീസർ കണ്ടപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഇൻട്രോ ഒരു 80% എൻ്റെ ട്രാക്കിൽ ഞാൻ എങ്ങനെയാണ് ഒട്ടകം ഉണ്ടാക്കിയത്, ആ ഒട്ടകത്തിൽ സെയിം മെലഡിയും പരിപാടികളും. കാരണം ഞാൻ കമ്പോസ് ചെയ്ത സാധനം ആകുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഉണ്ട്. അല്ലെങ്കിൽ അത് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എനിക്ക് സെയിൽ ചെയ്യാൻ പറ്റുമോ, അതെനിക്ക് ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാം. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അതിലുള്ളതൊക്കെ. എന്നോട് പറഞ്ഞാൽ ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ എടുത്തോട്ടെന്ന് ചോദിച്ചാൽ. പക്ഷേ ഞാൻ അന്ന് അയച്ച അന്ന് മങ്കക്ക് ആദ്യം ചെയ്ത് ബീറ്റിന് വേണ്ടി അയച്ച റഫിലെ മെലഡീസ് അതേപോലെ അവരെന്ത് ചെയ്തു, ഒറിജിനൽ വായിപ്പിക്കാനുണ്ടായിരുന്നു. ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ കമ്പോസ് ചെയ്ത മെലഡി ആൾക്കാർ വായിപ്പിച്ച് അതുപോലെ അതിലിട്ടാണ് ഉണ്ടായത്. അപ്പം മച്ചാൻ ഈ ഒരു ലൈവ് ഇട്ടതിന് ശേഷമാണ് കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുള്ളത്. കാര്യം മച്ചാൻ ഇത് കോപ്പി അടിച്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയല്ല, ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഡാപ്സി പറഞ്ഞത് പ്രകാരം ഈ മച്ചാൻ ഒരു ട്രാക്ക് കമ്പോസ് ചെയ്ത് കൊടുക്കുകയും പിന്നീട് ഇത് വേണ്ടാന്ന് പറഞ്ഞു, നീ ഇത് തിരിച്ച് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഈ മച്ചാനാണെങ്കിൽ ഒരു പേയ്മെൻറ്റ് ആവശ്യപ്പെടുന്നു, അത് കൊടുക്കാൻ കഴിയുന്നില്ല, നിനക്കിത് യൂസ് ചെയ്യാൻ, നീ ഇത് വെച്ചോ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് പോയതാണ്. പിന്നീട് ഈ മാങ്ക ഇറങ്ങുമ്പോൾ ഇതിൻ്റെ 80% ട്രാക്കും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. 80% എന്നല്ല, എനിക്ക് ഇത് ഫസ്റ്റ് ആ ഒരു പാട്ട് രണ്ടും ഞാൻ കമ്പയർ ചെയ്ത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് രണ്ടും ഒരേപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്, ഒട്ടകത്തിൻ്റെ ആണെങ്കിലും മാങ്കയുടെ ആണെങ്കിലും. ഓക്കെ, അപ്പം അറ്റ്ലീസ്റ്റ് ഈ ഒരു പേയ്മെൻ്റ് എങ്കിലും കൊടുക്കാനുള്ളൊരു മര്യാദ ഡാപ്സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിരുന്നു. എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. പിന്നെ തഡ്വേസറാണ് റീക്രിയേറ്റ് ചെയ്ത് ബീറ്റ്. പക്ഷേ തഡ്വേസറിന് യാതൊരുവിധ അറിവുണ്ടായിരുന്നില്ലായിരുന്നു. ഞാനാണ് അതിൻ്റെ ആദ്യം ബീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരാൾ ബീറ്റ് എടുത്തിട്ടാണ് അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ആൾക്കറിയില്ല ഇത് ഇങ്ങനെ ഒരാൾ ചെയ്ത ബീറ്റാണ്, MHR ചെയ്ത ബീറ്റാണ്, അതാണ് റീക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ള അറിയില്ലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ തഡ്വേസർക്ക് ഇതിൽ യാതൊരു റോളില്ല എന്നാണ് ഞാൻ ആളായിട്ട് സംസാരിച്ചു. പക്ഷെ ആൾക്ക് അങ്ങനെ യാതൊരു റോളില്ല. കാരണം ആളെ തെറ്റല്ല, ഇത് തഡ്വേസർ തെറ്റല്ല. പിന്നെ എനിക്കിതിൽ ആകെ പറയാനുള്ളത്, ഒരാളെ ബീറ്റ് ഇങ്ങനെ എടുത്തിട്ടും ഇതറിഞ്ഞിട്ടാണ് ഞാൻ ഒട്ടകം വേഗം റിലീസ് ചെയ്തിട്ടു. പിന്നെ ഇതിന് ശേഷം ഒട്ടകം എന്ന് പറഞ്ഞ ട്രാക്ക് ഞാൻ വേഗം റിലീസ് ചെയ്യണ്ടായി. ഇങ്ങനെ പ്രശ്നം മുൻകണ്ട് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ടീസർ കണ്ടപ്പോൾ വേഗം ഒട്ടകം എന്ന് പറഞ്ഞ പേരിൽ ആ ട്രാക്ക് റിലീസ് ചെയ്ത് ഞാൻ.
അപ്പോഴാണ് ഇതിന്റെ ഈ ഒട്ടക ഇറങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ സ്പോട്ടിഫൈന്റെ പിടിപാട് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, അവര് സ്പോട്ടിഫൈന്ന് റിമൂവ് ചെയ്യേണ്ടത്. ഈ ANR മാസത്തിന്റെ ANR രൺബീർ എന്ന് പറഞ്ഞ ആളാണ് റിമൂവ് ചെയ്തത്. കറക്റ്റ് മെയിലുണ്ട് ആരാണ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇത് സംഭവം ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളൊരു ആർട്ട്, ഞാൻ ചെയ്തൊരു ആർട്ട് വേറൊരാള്, എന്റെ കമ്പോസിങ് പരിപാടിയൊക്കെ വേറൊരാൾ കൊണ്ടുപോവാ, പോരാത്തിന് എന്റെ സാധനം ഞാൻ കോപ്പിയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്റെ സാധനം റിമൂവ് ചെയ്യിക്കാന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല ഇതെന്ത് സംഭവം എന്നുള്ളത്. ഭയങ്കര സിഹിനാണ് പരിപാടി. പിന്നെ ഇതൊന്നും പോരാത്ത എനിക്ക് മാസപ്പീലിനോടാണ് പ്രത്യേകിച്ച്, കാരണം ഇത് ഈ മാസപ്പീലിന്റെ ANRനും മാസപ്പീലിനും ഇത് കറക്റ്റ് ആയിട്ട് അറിയാം ഇത് വേറെ ആളെ ബീറ്റ് കോപ്പി എടുത്തതാണെന്നുള്ളതും വേറെ ആളെ പെർമിഷൻ ഇല്ലാതെയാണ് ഇത് ഫുള്ള് യൂസ് ചെയ്തെന്നുള്ളതും. എന്നിട്ടും അവര് ലാസ്റ്റത്തെ സ്റ്റോറി ഞാൻ കണ്ട ആള് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഒരു 100 മലർപ്പൊടി ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെ അങ്ങനത്തെ മാസപ്പീലിന്, എന്നിട്ടും മാസപ്പീല് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് അറിഞ്ഞിട്ടും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ. പിന്നെ സ്പോട്ടിഫൈക്കാർക്ക് നമ്മൾ മെയിൽ ചെയ്തിട്ട് യാതൊരുവിധ റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. നമ്മളെ ആർട്ട് ഇനിയിപ്പോ ഞാൻ ഇന്ന് ചെയ്തൊരു ട്രാക്ക്, ഞാൻ അപ്ലോഡ് ചെയ്ത ട്രാക്ക് വേറെ ആൾ അതേപോലെ ചെയ്തിട്ടാല്, പൈസയും പരിപാടിയൊക്കെ ഉള്ള ഒരാൾ ചെയ്തിട്ടാല് പിന്നെ നമ്മൾ കഴിഞ്ഞ് പോകും, നമുക്ക് ആ ട്രാക്ക് എടുക്കാൻ പറ്റില്ല. വേറെ ആൾ അത് എടുത്തിട്ട് അത് ആളെ ട്രാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ ഡാപ്സിയുടെ MHRന്റെ മാത്രം ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നുമല്ല. കാര്യം മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന മ്യൂസിക് കമ്പോസേഴ്സിന്റെ ഇടയിൽ പോലും ഇത്തരം ചില പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ അടുത്ത് നമ്മുടെ AR റഹ്മാൻ അദ്ദേഹമായിട്ട് ചുറ്റപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ജയ്ഹോ എന്ന് പറയുന്ന പാട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർഷങ്ങൾക്ക് മുന്നേ കമ്പോസ് ചെയ്തിരുന്നായിരുന്നു. പക്ഷേ ഇത് AR റഹ്മാൻ അദ്ദേഹമല്ല കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ടീമിലുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ AR റഹ്മാൻ അദ്ദേഹം പുറത്തെവിടെ മറ്റേതൊരു രാജ്യത്തായിരുന്നു. അപ്പം അന്ന് ആ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തത്, അന്ന് ആ ഒരു സിനിമയ്ക്ക് ഈ ഒരു സോങ് ആപ്റ്റ് ആയിരുന്നില്ല, അതുകൊണ്ട് ആ പാട്ട് യൂസ് ചെയ്തില്ല. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു സിനിമയിലായിരുന്നു ജയ്ഹോ എന്ന് പറയുന്ന ആ ഒരു പാട്ട് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം AR റഹ്മാൻ മ്യൂസിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് ഈ അടുത്ത് വന്നിട്ട് ഏതോ ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറയുന്നത് ഈ ആ ഒരു ഫിലിമിൻ്റെ ഡയറക്ടറാണോ ഈ കമ്പോസർ ആണോ എന്നുള്ള കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അവർ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇത് ഇന്ന ആൾ കമ്പോസ് ചെയ്ത പാട്ടാണ് എന്ന് വന്ന് പറയുമ്പോഴത്തേക്കിന് AR റഹ്മാൻ അദ്ദേഹം അതിന് കൊടുത്തിട്ടുള്ള ഒരു മറുപടി എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പാട്ട് സിനിമയിലൊക്കെ പാട്ട് കാണാൻ വരുമ്പോഴത്തേക്കിന് AR റഹ്മാൻ മ്യൂസിക്കൽസ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് ബ്രാൻഡ് നെയിം, ഓക്കെ, അത് AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ഒരു ബ്രാൻഡിൽ നിങ്ങളിപ്പോൾ പറയുന്ന ഇപ്പം ഏത് പാട്ടും ആയിക്കോട്ടെ, ആ ഒരു പാട്ട് AR റഹ്മാൻ മ്യൂസിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ പാട്ട് പിന്നീട് എൻ്റേതാണ്. ഓക്കെ, ആ പാട്ട് പിന്നെ എൻ്റേതാണ്, ആര് കമ്പോസ് ചെയ്തു എന്നുള്ളതിലല്ല. AR റഹ്മാൻ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് നെയിമിൽ ഇറങ്ങുന്ന ഏതൊരു പാട്ടും അത് തൻ്റേതാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു മറുപടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഡാപ്സിയുടെയും ഈ ഒരു MHRൻ്റെ ഒരു കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും MHRനെക്കാട്ടി കുറച്ചുകൂടെ ആളുകൾക്ക് പരിചിതമായിട്ടുള്ളത് ഡാപ്സിയാണ്. അപ്പം MHR കമ്പോസ് ചെയ്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മറ്റാർക്കും അറിയത്തില്ല. ഇപ്പം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ്, ഒരാൾ നോക്കുമ്പോൾ എന്താണ്, ഡാപ്സി മാങ്ക എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടാക്കി ഇതേ ട്യൂണിൽ വരുന്നൊരു സാധനം ഒട്ടകം അപ്പുറത്ത് ഒരാൾ ഇറക്കി, അപ്പോൾ ഇത് കോപ്പി ചെയ്ത് ചെയ്താന്നുള്ള ഇത് വരും. കാര്യം എന്ന് വെച്ചാൽ ഡാപ്സിയാണല്ലോ മെയിൻ സ്ട്രീമിൽ ഈ ഒരു മേഖലയിൽ കുറച്ച് നിൽക്കുന്നത്. MHR ഡാപ്സിയുടെ അത്ര എത്തിയിട്ടില്ലാത്തത് കൊണ്ട് എല്ലാവരും വിചാരിക്കും എന്താ ഈ MHR കോപ്പി അടിച്ചു എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും ചിന്തിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സീരിയസ്ലി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഡാപ്സ് ചെയ്തിട്ടുള്ളൊരു പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം നിങ്ങളിപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, X or Y എന്തുമായിക്കോട്ടെ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് അപ്പം നിങ്ങൾ കുറേ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, X or Y എന്തുമായിക്കോട്ടെ. ഈ ഒരു സാധനം നിങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്യാഷും കിട്ടും, അല്ലെങ്കിൽ ഈ ക്യാഷിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അംഗീകാരവും കിട്ടും. ഓക്കെ, ഇത് രണ്ടിലൊന്നും മസ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അല്ലേ. അപ്പം ഈ സാധനം നിങ്ങളിപ്പം ഏത് പ്രോഡക്റ്റ് ആണോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഏത് സാധനമാണോ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതുണ്ടാക്കുന്ന അതേ സ്ട്രീമിൽ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊരു പൈസ പോലും തരാതെ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ ഒരു സാധനം എടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഇതേ അംഗീകാരം പൈസ അയാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? കാര്യം നിങ്ങളുടെ എഫേർട്ടിനെ നിങ്ങളുടെ ഹാർഡ് വർക്കിനെയൊക്കെ മറ്റൊരാൾ തട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കത് എങ്ങനെയായിരിക്കും? നിങ്ങളത് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ എടുക്കുമോ? എനിക്കറിയില്ല, എനിക്കെന്തായാലും അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര അത് മോശമായിട്ടുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇപ്പം ഞാനിത് പിന്നെ ഇത് കുറേ തപ്പി തടങ്ങി നോക്കിയപ്പോഴത്തേക്കിന് ഇവർ നമ്മളൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ തീർന്ന് ഇവർ കോംപ്രമൈസ് ആയിട്ട് അതെല്ലാം സോൾവ് ആക്കി എന്നുള്ളതാണ് ലാസ്റ്റ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇനിയും കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ ഡാപ്സി ഒരു സ്റ്റേജ് ഷോയിൽ പോയിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഇഷ്യൂ അത് ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. പറഞ്ഞു ഞാൻ എന്താ പറയുക, ഡ്രാമ കളിക്കാൻ വന്നിരിക്കുക. Don't less the sound, okay? If you can't do that shit, then remove. ആരായാലും ഏത് വാപ്പയാണേലും സൗണ്ട് താ ബ്രോ. ഒരു വോളിയത്തിൽ പണിയെടുക്കുമ്പോ ആ വോളിയത്തിനുള്ള സൗണ്ട് താ. എന്റെ സൗകര്യത്തിന് കുറക്കാളല്ല. Whenever I am telling you have to conclude.
There is no right. If you can't do that, you അല്ല ഞാൻ ഈ മൈക്ക് തൂരിട്ട് ഞാൻ എന്റെ പണിക്ക് പോവാ. സൗണ്ട് കുറക്കരുത്. ഏത് വാപ്പാണേലും ബ്രോ വാട്ട് എവർ ഇറ്റ് ഈസ് യു ഡോണ്ട് വാണ്ട്. ഇത് പോലെ ലോ ആക്കി ഞാൻ എന്റെ സൗണ്ട് കുറക്കണോ? ഞാൻ എന്റെ പിച്ച് കുറക്കണോ? പിന്നെ ഞാൻ എന്തിനാ ഈ മൈക്ക് പിടിച്ചിട്ട് സൗണ്ട് ചെക്ക് ചെയ്യണേ? ടെൽ മി, ഗിവ് മി ദ റീപ്ലൈ ബ്രോ. അവിടുന്നല്ല ഏത് അമിട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരു DB പണിയെടുക്കുമ്പോ ആ DB എനിക്ക് തരാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റിഡ്യൂസ് ദ വോളിയം. You don't have. Then you fuck with that mic man. You just do the act. You sound check ചെയ്തോ. Sound check ചെയ്യിപ്പിച്ചോട്ടാ, നിന്നെ കിട്ടൂല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഡാപ്സി കുറേ തവണ പറയുന്നുണ്ട് സൗണ്ട് ലോ ചെയ്യരുത്, അപ്പോൾ നിങ്ങൾ കൂട്ടണമെന്ന് പറയുന്നുണ്ട്. കുറേ സമയം പറഞ്ഞിട്ട് ഇവരങ്ങനെ ചെയ്യുന്നില്ല. ഇതിനൊരു എന്താ പറയുക, ഇത് കൂട്ടി കൊടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു മ്യൂസിക് പാടാൻ അവിടെ ഒരാൾ വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് അയാളുടെ കംഫർട്ട് എന്താണോ അതിനനുസരിച്ചല്ലേ അയാൾക്ക് പാടാൻ പറ്റുള്ളൂ. പിന്നെ കുറേ പേര് ഇവിടെ കമൻറ്റിലൂടെയും ചിലർ വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. യേശുദാസിനെ പോലെ വരുന്ന മറ്റൊരാളാണ് ഡാപ്സി. ഈ ഒരു ജനറേഷൻ്റെ യേശുദാസാണ്, വേറൊരു ജനറേഷനിലൊരു സംഭവമാണ്. അപ്പം എന്തായാലും യേശുദാസ് ആണെങ്കിലും ഡാപ്സി ആണെങ്കിലും ഇത്രത്തോളം അഹങ്കാരം പാടില്ല, ഇത്രത്തോളം ഇത് പാടില്ല എന്നൊക്കെ കുറേ ടോക്ക് ഇങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു കേസിൽ ഞാനൊരിത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡാപ്സി ഒരു ഷൗട്ട് ചെയ്തു കാര്യങ്ങളൊക്കെ ഫൈൻ, ദാറ്റ്സ് നോ പ്രോബ്ലം. അതൊരാൾക്ക് ഇപ്പം മ്യൂസിക് പാടുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് വെച്ചിട്ട് അയാൾക്ക് പറയാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത്രയും അബ്യൂസീവായിട്ട് മീൻസ് എന്താ പറയുക, എൻ്റെ വാപ്പയാണോ എന്നുള്ള രീതിയിൽ വാപ്പയ്ക്ക് വിളിക്കുക, എന്ത് വാപ്പയാണല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുക, പിന്നെ ഡൂ ദാറ്റ് ഷിറ്റ് ഫക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും തെറി വിളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് പറഞ്ഞാൽ പോരെ. പിന്നെ അപ്പം ഇതിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയർ എന്താണ് സംഭവം എന്നുള്ള കാര്യം പറയുന്നുണ്ട്, അതുകൂടെ ഞാനൊന്ന് കേൾപ്പിക്കാം. ഇത് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഡബ്സിയായിട്ട് ഉടക്ക് പിടിക്കുന്നത് ഞാൻ തന്നെയാണ് അത് വർക്ക് ചെയ്തത്. ഞാനായിട്ടാണ് ഉടക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വേറൊന്നുമില്ല. ഡബ്സി വന്നത് തന്നെ അടിച്ച് ഫിറ്റായിട്ടാണ് വന്നത്. എന്തൊക്കെയോ സാധനം വലിച്ചു കയറ്റിയിട്ടാണ് വന്നത്. അപ്പോൾ വന്ന് അവിടെയുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളൊക്കെ അതാണ് ചെറിയ ആർട്ടിസ്റ്റുകളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കി അവിടെ. അങ്ങനെ വൻ വിഷയം ഉണ്ടായി. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് നമ്മുടെ ഒരു ബെൽപാക്കൊക്കെ ആയിട്ട് അവരിങ്ങനെ പോയി. അത് കഴിഞ്ഞത് തിരിച്ചു കൊണ്ടെത്തുന്നു. അപ്പം മൈക്കും ബെൽപാക്കൊക്കെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അത്ര. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് DJ പ്ലെയറിൻ്റെ ഔട്ട് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബൂത്തിൽ DJ പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ട്രാക്ക് പ്ലേ ചെയ്തുകൊണ്ടിരുന്നവനോട് പറഞ്ഞു, ബ്രോ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാക്കിൻ്റെ ലെവൽ കളിച്ചു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളി പാടുന്നില്ല, ജസ്റ്റ് ആകെ തെറി പറയാനും ഒച്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് വലിച്ചപ്പോൾ പുള്ളി പാടുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കോൺഫിഡൻസ് പോയി. അപ്പോൾ അത് നേരെ എൻ്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ നേരം ഞാൻ അതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന് കേട്ടോണ്ടിരുന്നു. ലാസ്റ്റ് സൈ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് പാടുന്നുണ്ടെ പാടുമയിരെ, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ ഡബ്സി ഇറങ്ങിപ്പോയി. ഇതാണ് സംഭവം. ഇത് രാവിലെ മുതൽ എന്നെ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ ഈ എല്ലാവരും വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്. വേറെ നിങ്ങൾ പറഞ്ഞു മടുത്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് നോട്ട് ഉണ്ടാക്കി വെക്കണേ. ഇതങ്ങോട്ട് ഇനി ഫോർവേഡ് ചെയ്താൽ മതിയിലൊന്നും ഓർത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഡാപ്സി ഇതുപോലെ എന്താ പറയുക, ഡൗൺ സ്ട്രീമിലുള്ള നിങ്ങൾ ആർട്ടിസ്റ്റുകളാണ് നിങ്ങളെല്ലാവരും എന്നൊക്കെ രീതിയിൽ വേർതിരിച്ച് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ. ആൻഡ് ഇതിനകത്ത് ഞാൻ ഈ സൗണ്ട് എഞ്ചിനീയറിൻ്റെ എനിക്ക് പുള്ളിയെടുത്ത് ചോദിക്കാനുള്ളത്, ഡാപ്സി എന്തെങ്കിലും അടിച്ച് കയറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തെളിവുകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് കണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് മണം അടിച്ചോ? ഇത് ചുമ്മാ അങ്ങ് പറയണം എന്തെങ്കിലും ഒരാൾ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ എന്താ നോർമൽ അല്ലാത്ത രീതിയിൽ ആരെങ്കിലും ഒന്ന് പെരുമാറി കാണിച്ചു കഴിഞ്ഞാൽ അയാൾ നേരെ കഞ്ചാവാണ്, മറ്റേതാണ്, മറിച്ചയാണെന്ന് പറയുന്ന ഒരു മെയിൻ ടോക്കുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിത് കേട്ടപ്പോൾ ആ രീതിയിലാണ് തോന്നിയത്. കാര്യം എന്തോ അടിച്ച് കയറ്റിയിട്ട് വന്നു എന്നുള്ള രീതിയിലൊക്കെ മേ ബി അങ്ങനെ ഉണ്ടാവാതിരിക്കുക. പിന്നെ ഒരു അടിസ്ഥാനമില്ലാതെ നിന്നിട്ട് അടിച്ച് കയറ്റിയിട്ടാണ് വന്നത് എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എന്തായാലും മച്ചാനും ഇപ്പം ഡാപ്സി ഇങ്ങോട്ട് തെറി വിളിച്ചു, മച്ചാനും തിരിച്ച് തെറി വിളിച്ചു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിച്ച് രണ്ടുപേർക്ക് സമാധാനമായല്ലോ. ഇനിയിപ്പോൾ ഡാപ്സി മച്ചാനാണെങ്കിലും എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും പോലും നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൗട്ട് ചെയ്യുകയോ കാര്യങ്ങൾ എന്ത് ചെയ്യുക. പക്ഷേ ഒരു പൊതുവേദിയിൽ നിന്നിട്ട് ഇതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ ഇതുപോലത്തെ അബ്യൂസീവായിട്ട് കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞ് തെറി വിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ വലിച്ചു കീറുപടി.